ഫ്രണ്ട്സ്, എല്ലാവർക്കും PSCtalksലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് തിണകളെ പറ്റിയാണ്. സംഘകാലഘട്ടത്തിന്റെ തുടർച്ചയായി വരുന്നൊരു ഭാഗമാണ്. തിണകളെ പറ്റിയാണ് ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. തിണകൾ എന്താണ്? തിണകൾ പ്രാചീന തമിഴകത്തെ അതിൻ്റെ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ച് 5ആയി തിരിച്ചിരുന്നു. നമുക്കറിയാം, ഇന്ന് കേരളത്തെ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ച് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ വേർതിരിച്ചതുപോലെ പ്രാചീന തമിഴകത്ത് സംഘകാലഘട്ട യുഗത്തില് എന്ത് ചെയ്തു? ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ച് അവർ 5ആയാണ് വേർതിരിച്ചത്. അവയാണ് തിണകൾ എന്നറിയപ്പെടുന്നത്. നമ്മൾ ഭൂപ്രദേശത്തിന്റെ വ്യത്യസ്തത അനുസരിച്ച് വേർതിരിച്ചു, അല്ലെങ്കിൽ വ്യത്യസ്ത ഭൂപ്രദേശങ്ങളാണ് തിണകൾ എന്ന് പറയുന്നെങ്കിലും ഭൂപ്രദേശത്തിന്റെ വ്യത്യസ്തതയിൽ ഇവയെ വേർതിരിച്ചപ്പോൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കും ജീവിത രീതിക്കും ആരാധനയ്ക്കും അവർ പൊതുവിൽ അറിയപ്പെടുന്ന പേരിനുമൊക്കെ വ്യത്യസ്തതയുണ്ടായി. കൊച്ചുകുട്ടികളെ പരിചരിക്കേണ്ടതിനാൽ PSC പരിശീലന കേന്ദ്രങ്ങളിലെത്തി പഠിക്കാൻ കഴിയാത്ത അമ്മമാർ, ശാരീരിക വൈകല്യം കാരണം യാത്രാ ബുദ്ധിമുട്ട് നേരിടുന്നവർ, ഗതാഗത സൗകര്യം കുറഞ്ഞ ഗ്രാമീണ മേഖലയിലെ യുവതീ യുവാക്കൾ, പ്രവാസ ജീവിതം നയിക്കുന്ന ഉദ്യോഗാർത്ഥികൾ. ഇനി മുതൽ ഒരു സർക്കാർ ജോലി നിങ്ങളുടെ സ്വപ്നം മാത്രമല്ല, നിങ്ങളുടെ അവകാശം കൂടിയാണ്. നിങ്ങളുടെ വീട്ടിലെ പഠനമുറി നിങ്ങൾക്ക് മാത്രമായുള്ള ഒരു PSC പരിശീലന വേദിയായി മാറുന്നു. അതെ, PSCtalks. എന്തുമായിക്കോട്ടെ, നമ്മൾ പറയുന്നു ഭൂപ്രദേശത്തിന്റെ വ്യത്യസ്തതയനുസരിച്ച് 5ആയി വേർതിരിച്ചു. അവയാണ് തിണകൾ. പ്രധാനപ്പെട്ട തിണകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അവയാണ് കുറിഞ്ചി. എന്താണ്? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട തിണകൾ. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. ഇനി ഓരോന്നും എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആയിരുന്നു കുറിഞ്ചി. എന്തായിരുന്നു പ്രത്യേകത? ചെറിയ വനപ്രദേശം അല്ലെങ്കിൽ പർവ്വത പ്രദേശത്തെയാണ് കുറിഞ്ചി എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ കുറിഞ്ചി എന്ന വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വനപ്രദേശം, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, പർവ്വത പ്രദേശമായിരുന്നു. വനപ്രദേശം അല്ലെങ്കിൽ പർവ്വത പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭൂവിഭാഗത്തിൽപ്പെട്ട ജനത സ്വീകരിച്ചിരുന്ന തൊഴിൽ എന്ന് പറയുന്നത് വനപ്രദേശമല്ലേ, എന്ത് ചെയ്യാമായിരുന്നു? വേട്ടയാടൽ അല്ലെങ്കിൽ നായാട്ടായിരുന്നു. എന്തായിരുന്നു? നായാട്ട് അഥവാ വേട്ടയാടലായിരുന്നു.